നമുക്ക് സെക്ഷൻസ് ഓഫ് സോളിഡ്സിന്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 206. സോ വി ഹാവ് എ കോൺ ഓഫ് ഡയമീറ്റർ 50 ആൻഡ് ഹൈറ്റ് 60 is cut by a section plane which is parallel to the generator. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് ഡയ എന്ന് പറയുന്നത് 50 ആണ്. ദിസ് ഈസ് ഡയ 50 and height 60 is resting on HP. It is cut by the section plane is parallel to the generator and bisecting the axis. അതായത് ആക്സിസിന്റെ സെന്റർ ഉണ്ട്. സോ ഇത് നമുക്ക് 30 ആണ്. ആ 30 കൂടി പാസ് ചെയ്ത് പോകുന്ന ഇതിന് പാരലൽ ആയിട്ടുള്ള, അതായത് ഈ ഇതിന് ജനറേറ്ററിന് പാരലൽ ആയിട്ടുള്ള കട്ടിംഗ് പ്ലെയിൻ ആണ് നമ്മൾ പറയുന്നത്. സോ ദിസ് ഈസ് അവർ കട്ടിംഗ് പ്ലെയിൻ. സോ ഇതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ. നമ്മൾ രണ്ട് സൈഡും തിക്കൻഡ് ആയിട്ട് കാണിച്ചിട്ട് കാണിക്കുക. So this is the vertical trace. അപ്പൊ ഇതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ 122 ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇത് ബൈസെക്ട് ചെയ്യുന്നതെന്നല്ല പറയുന്നത്, ഈ ഇതിന് പാരലൽ ആയിട്ട് 10 mm മാറിയിട്ട് പോകുന്ന കട്ടിംഗ് പ്ലെയിൻ എന്നാണ് പറയുന്നത്. അതൊന്ന് റെഫർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇത് സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ്. സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പരാബോള ആയിരിക്കും. കാരണം ഇതിന് പാരലായിട്ട്, ജനറേറ്ററിന് പാരലായിട്ട് കട്ട് ചെയ്യുന്ന സെക്ഷൻ എപ്പോഴും, കോണിക് സെക്ഷൻ എപ്പോഴും പരാബോള ആയിരിക്കും. നമുക്ക് അതിന്റെ ഡ്രോയിങ് വരയ്ക്കാം. പിന്നെ ഇതിനിടയ്ക്ക് 2-3 പോയിന്റ്സ് നമുക്ക് കൊടുക്കാം. 2, 3, 4, 5. അപ്പൊ ഇതിന്റെ സെക്ഷൻ അപ്പൊ എന്തായിരിക്കും? നമുക്ക് ഇത് മുകളിലത്തെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ ആയിരിക്കും നമുക്ക് കാണാവുന്ന തിക് പോർഷൻ. അത് ഞാൻ ഡാർക്ക് ലൈനിൽ കാണിക്കുകയാണ്. സോ ഇത്രയായിരിക്കും നമുക്ക് കാണാവുന്നത്. മുകളിലെ പോർഷൻ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ സെക്ഷണൽ ടോപ്പ് വ്യൂ പറയുകയാണെങ്കിൽ, നമുക്ക് ഇവിടുന്ന് 1 നേരെ താഴെ എടുക്കുക. 2 സ്ഥലങ്ങളിൽ ടച്ച് ചെയ്യും. ഇത് 1 എന്നും ഞാൻ ഇതിനെ 1 എന്നും പേര് കൊടുത്തു. ഞാൻ ആദ്യം ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈ എക്സ്ട്രീം ജനറേറ്ററിൽ വരുന്ന ഈ 5 എന്ന് പറയുന്നത് ഇതാണ്, ട്രൂ ലെങ്ത് ആണ്. ട്രൂ ലെങ്ത് നമുക്ക് ഇതായിരിക്കും ഇത് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇങ്ങനെ ഒരു നോക്കിയാൽ ഇതായിരിക്കും നമ്മുടെ 5. ഈ പോയിന്റ് ആയിരിക്കും 5. ഇടയ്ക്കുള്ള പോയിന്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇടയ്ക്കുള്ള പോയിന്റ്സ് കിട്ടാൻ വേണ്ടി ഇപ്പൊ 2ന്റെ പോയിന്റ് താഴെ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? 2ൽ കൂടി ഒരു ജനറേറ്റർ വരയ്ക്കുക. 2ൽ കൂടി ഒരു ജനറേറ്റർ വരച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ ഇവിടെ മാർക്ക് ചെയ്യുക. കണ്ടോ? ഇതിന് കറസ്പോണ്ടിങ് ലൈൻ താഴെ വരച്ചിട്ട് ആ ജനറേറ്ററിനെ ഞാൻ ഇവിടെ കാണിക്കുകയാണ്. നമ്മളിതിനെ കസ്റ്റം ഡിവിഷൻ ആണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിവൈഡ് ചെയ്യുകയാണ്. നോക്കി നമ്മൾ എന്താ ചെയ്തത്? 2ൽ കൂടിയുള്ള പോയിന്റ് കിട്ടാൻ വേണ്ടി 2ൽ കൂടി ഞാൻ ഒരു ജനറേറ്റർ വരച്ചു. അതിനെ ടോപ്പ് വ്യൂവിലും മാർക്ക് ചെയ്തു. എന്നിട്ട് 2 കിട്ടാൻ വേണ്ടി നേരെ എന്ത് ചെയ്യാൻ? 2ൽ കൂടി താഴോട്ട് ലൈൻ വരയ്ക്കുക. കണ്ടോ? അപ്പൊ അത് എവിടെയൊക്കെ ടച്ച് ചെയ്തു? 2, 2, 1. ഇതിന് 2 എന്നും 2, 1 എന്നും പേര് കൊടുക്കുക. അടുത്ത് 4 കിട്ടാൻ വേണ്ടി അതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? 4ലൂടെ ഒരു ജനറേറ്റർ വരയ്ക്കുക. 4ലൂടെ ജനറേറ്റർ വരയ്ക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള താഴെ ജനറേറ്റർ കാണിക്കുക. സോ ദിസ് വിൽ ബി, ഇതിന് ഞാൻ പേര് കൊടുക്കാം. എ ഡാഷ് എന്ന് കൊടുത്താൽ ദിസ് വിൽ ബി എ ആൻഡ് എ. ഇതിന് ഞാൻ ബി ഡാഷ് എന്ന് കൊടുത്താൽ ദിസ് പോയിന്റ് വിൽ ബി ബി ആൻഡ് ബി. അതിലൂടെ ജനറേറ്റർ വരയ്ക്കുക ടോപ്പ് വ്യൂവിലും. ആ ജനറേറ്ററിൽ വേണം നമുക്ക് 4ന്റെ ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റ് കൊണ്ട് മീറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. സോ അത് മീറ്റ് ചെയ്യുന്നത് 2 സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്തു. ഒന്ന് ഇവിടെ 4ഉം താഴെ ഇവിടെ 4, 1 എന്നും പേര് കൊടുത്തു. ഇനി 3 എന്ന് പറയുന്നത് വെർട്ടിക്കലി ഈ പ്ലെയിനിൽ നിൽക്കുകയാണ്, പ്രൊഫൈൽ പ്ലെയിനിൽ നിൽക്കുകയാണ്. അത് കിട്ടാൻ എളുപ്പമാണ്. ഞാൻ ഇതിനെ സൈഡിൽ 2 ലെങ്കിലേക്ക് കൊണ്ടുപോയി താഴോട്ട് കൊണ്ടുവന്ന് പാരലൽ ടു എക്സ് വൈ ലൈൻ ആക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇടുക. സോ അത് റൊട്ടേറ്റ് ചെയ്തുമ്പോഴേക്കും നമുക്ക് ഇവിടെ 2 പോയിന്റ് കിട്ടും. 3ഉം 3, 1ഉം കിട്ടി. അപ്പൊ ഈ പോയിന്റ്സിലൂടെ എല്ലാം ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട സെക്ഷന്റെ ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ കിട്ടും. സോ ദിസ് ഈസ് ദ റിക്വയർഡ് സെക്ഷൻ. അതിനെ തിക്കായിട്ട് വരയ്ക്കാൻ അതിനെ ഹാച്ച് ചെയ്യുക. സോ ദിസ് ഈസ് എ സെക്ഷണൽ ടോപ്പ് വ്യൂ. ഇനി ഇതിന്റെ ട്രൂ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ട്രൂ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇവിടുത്തെ 5 പോയിന്റ്സിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് ഡ്രോപ്പ് ചെയ്യുക. 1, 2, 3, 4, 5. എന്നിട്ട് 1 എന്നുള്ള ഡിസ്റ്റൻസ് ഈ എക്സ് വൈ ലൈനിൽ നിന്ന് 1ൽ നിന്നും 1, 1 എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. 1ൽ നിന്നും 1, 1 എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. 2 എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണ്. എക്സ് വൈ ലൈനിൽ നിന്ന് 2ൽ നിന്നും 2, 1 എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഇതുപോലെ 3ൽ നിന്നും 3, 1 എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. 4ൽ നിന്നും 4, 1 എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. 5 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതിൽ കൂടി എല്ലാം ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട പരാബോളയുടെ സെക്ഷൻ നമുക്ക് ഇവിടെ കിട്ടും. സോ ദിസ് ഈസ് ദ റിക്വയർഡ് ട്രൂ ഷേപ്പ്. ഓക്കെ, ശരി.